അതിശക്തമായിട്ടുള്ള മഴയാണ്. പലയിടത്തും റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. വലിയ ജാഗ്രതാ നിർദ്ദേശം കൊണ്ട് ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ പലയിടത്തും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കോഴിക്കോട് അടക്കം മത്സ്യത്തൊഴിലാളികളെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയുമുണ്ട്. ചില ആളുകൾക്കൊക്കെ പലയിടത്തും ജീവൻ നഷ്ടമായി എന്നുള്ള വിവരവും വാർത്തയും ഒക്കെ നമ്മൾ രാവിലെ കേട്ടതാണ്. എന്തായാലും ജനങ്ങൾ അത്തരത്തിൽ ഈ ഒരു സമയത്ത് ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പത്തനംതിട്ടയിൽ റാന്നിയിൽ പ്രളയ സമാന സാഹചര്യം എന്നുള്ളതാണ്. റാണി ടൗൺ ഒറ്റപ്പെട്ട നിലയിലാണ്. കടകളിലും വീടുകളിലും വെള്ളം കയറി ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ്. തണ്ണിത്തോട് തുമ്പക്കുളത്ത് ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. തേക്കുതോട് തണ്ണിത്തോട് ഭാഗങ്ങളിൽ വെള്ളം കയറി മരങ്ങൾ കടപുഴകി. ജനവാസ മേഖലയിൽ വെള്ളം കയറി മൂഴിയാർ ഗവി റൂട്ടിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, പത്തനംതിട്ടയിൽ അതീവ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും ഈ പമ്പയാർ ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകുന്നത് വലിയ തരത്തിൽ ആശങ്കയുണ്ട്. റാന്നി, കോന്നി അടക്കമുള്ള നഗരങ്ങൾ അവിടെയൊക്കെ വെള്ളം കയറുന്നു. റാന്നി ടൗൺ ഒറ്റപ്പെട്ട നിലയിലാണ് എന്നുള്ളതും കൂടിയാണ്. മുൻപ് 2018 പ്രളയം വന്നപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ വെള്ളം കയറിയത് കൂടിയാണ്. നേരത്തെ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് മഴ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും മലവെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകൾക്ക് അടിയിലേക്കൊക്കെ വെള്ളം കയറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? നിലവിൽ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ആളുകളെ ഇപ്പോഴും മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. റാന്നി ടൗൺ ആണത്. ടൗണിൻ്റെ ഈ ഭാഗം വരെയും വെള്ളം കയറിയിട്ടുണ്ട്. 2018 പ്രളയത്തിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് റാന്നി MLAയും അടക്കം പറയുന്നുണ്ട്. നാട്ടുകാരും ഈ വ്യാപാരികളും എല്ലാം തന്നെ പറയുന്നത് സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നാണ്. നേരത്തെ ഇത്തരത്തിൽ പല വീടുകളുടെയും നമ്മൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് ആ വീടിൻ്റെ താഴ്ഭാഗം മാത്രമായിരുന്നു മുങ്ങിയിരുന്നതെങ്കിൽ അതിനേക്കാൾ വളരെ മുകളിലേക്ക് വെള്ളത്തിൻ്റെ അളവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. മഴ മാറി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മണിക്കൂറോളമായി മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വെള്ളത്തിൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നില്ല. വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് പലയിടങ്ങളിലും പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളായ റാന്നിയിലും കോന്നിയിലും അടക്കം ഇത്തരത്തിൽ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മഴ മാറി നിന്ന് കഴിഞ്ഞാലും അവിടെ നിന്നും വെള്ളം ഈ നദികളിലൂടെ ഒഴുകി ഇവിടേക്ക് എത്തുന്നത് ഈ വെള്ളത്തിൻ്റെ അളവ് തീരെ കുറയ്ക്കുന്നില്ല. വെള്ളത്തിൻ്റെ അളവ് കൂടാനുള്ളൊരു കാരണമാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളായ അച്ചൻകോവിലാറും അതുപോലെ തന്നെ പമ്പയാറും എല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. മണിയാറും എല്ലാം തന്നെ കക്കാട്ടാറും ഉൾപ്പെടെ ഇത്തരത്തിൽ കരകവിഞ്ഞൊഴുകുന്നത് ഈ ജനവാസ മേഖലയിലും വീടുകളിലേക്കും എല്ലാം തന്നെ ഈ വെള്ളം ഇരച്ചെത്താൻ ഒരു കാരണമാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകളെല്ലാം തന്നെ രാവിലെ ഇവിടെ നിന്നും മാറ്റുന്ന സമയം തന്നെ ആളുകൾ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ വീടുകളുടെ താഴ്ഭാഗത്ത് അത്രയും വെള്ളം വന്നു, വെള്ളം കയറി അവരുടെ ഫർണിച്ചറുകളടക്കം വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വ്യാപാരികൾ പറയുന്നവരുടെ സ്ഥാപനങ്ങളിലേക്ക് അടക്കാനും ഈ വെള്ളം വലിയ തരത്തിൽ കയറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പലയിടങ്ങളിലും ഇപ്പോഴും ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. രോഗികൾ, പ്രായം ചെന്ന ആളുകൾ, എല്ലാവരും തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഈ വീടുകളിൽ ഉണ്ട്. പലയിടങ്ങളിലും ഈ രക്ഷാപ്രവർത്തകർ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇവർക്കൊപ്പം പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനോ കൂട്ടാക്കുന്നില്ല എന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഈ രക്ഷാപ്രവർത്തകർ എത്തുന്ന അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആളുകൾ തയ്യാറാവണം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം അരയ്ക്ക് മുകളിലേക്ക് അങ്ങോട്ട് പോകലെന്ന് പറയാട്ടോ. ആ ഭാഗത്തേക്ക് പോകുന്നത് തീർത്തും അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ചേട്ടാ ഇങ്ങനെ തിരിച്ചു വിളിച്ചാലോ. ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും തുടരുന്നുണ്ട്. പലയിടങ്ങളിലും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്കെല്ലാം തന്നെ ഭക്ഷണം എത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ പുള്ളി എവിടെട്ടാ പോകുന്നത്? വെള്ളം കൂടുതലാതെ ഒരാൾ ഒരു വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ അത് പുള്ളിയെടുത്ത് പറയാട്ടോ.
ഭക്ഷണം എത്തിക്കാൻ, വീടുകളിലേക്ക് ഭക്ഷണം എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് പോകുന്നത് അപകടകരമാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, അവർ നിർദ്ദേശം നൽകുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകരുതെന്ന നിർദ്ദേശം ആളുകൾക്ക് നൽകുന്നുണ്ട്. അവിടെയുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ചില ആളുകൾ അങ്ങോട്ടേക്ക് പോകാൻ ഉള്ള ശ്രമം നടത്തുന്നത്. ഭക്ഷണം എത്തിക്കാനായിട്ടാണ് അവർ പോകുന്നത്, വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനാണ് അവർ പോകുന്നത്. പക്ഷേ അത് തീർത്തും അപകടകരമാണ്. അങ്ങോട്ടേക്ക് ഇത്തരത്തിൽ നടന്നു പോവുക സാധ്യമല്ല. കുറെ കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ കഴുത്തിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിലതെറ്റും, വീണ് കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരെ തിരികെ വിളിക്കുകയും സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതാണ് ജില്ലയിലെ പലയിടങ്ങളിലെ മലയോര മേഖലകളിലെ അടക്കം സാഹചര്യം ഇതാണ്. കോന്നിയിലും റാന്നിയിലും സമാനമായ സാഹചര്യമുണ്ട്. പലയിടങ്ങളും ഒറ്റപ്പെട്ടു പോയി. രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഉരുൾ പൊട്ടിയതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിൽ ചിലതൊക്കെ മണ്ണിടിച്ചിലായിരുന്നു എന്ന് പിന്നീട് ജില്ലാ കളക്ടർ പറഞ്ഞു. ചിലതൊക്കെ ഉരുൾപൊട്ടലിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചിലയിടങ്ങളിൽ വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന, ബൈക്കും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീടുകൾക്കടക്കം ഭാഗികമായും പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. മണിയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തും അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിലും മഴ തുടരുന്നത് ഈ ജലനിരപ്പ് താഴാതെ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണമാകുന്നുണ്ട്. മണിയാർ ഡാമിനോട് ചേർന്നുള്ള ചില വീടുകൾക്കും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഉണ്ടായ കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാഹന ഗതാഗതം മുടങ്ങുന്ന തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ആറന്മുളയുടെ വിവിധ പ്രദേശങ്ങളിലും മണിയാർ മണിയാർ കരകവിഞ്ഞൊഴുകി തിരുവല്ല, ആറന്മുള ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ആറന്മുളയിലെ പമ്പയാർ കരകവിഞ്ഞൊഴുകി ആറന്മുള സത്രക്കടം അടക്കമുള്ള ഭാഗങ്ങളിലും വെള്ളം കയറുന്നുണ്ട്. പള്ളിയോടം അടക്കം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം എങ്ങോട്ടേക്കാണ് പോയതെന്ന്. ചേട്ടൻ്റെ ഭക്ഷണം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. വീട്ടിൽ ആളുകളുണ്ടായിരുന്നു? ഇവിടെ ഉണ്ട്, ആൾക്കാർ കൂടിയും കിടപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്ന അപകടമാണ്. വെള്ളം ഇത്രയും പൊക്കമുള്ളതല്ലേ? ഫുഡൊന്നും കഴിച്ചിട്ടില്ല അവര്. അപ്പോൾ നമ്മൾ ആഹാര സാധനം രാവിലത്തേക്കുള്ളതെല്ലാം വാങ്ങിച്ചതാണ്. ഇവരെത്തിക്കും, രണ്ട് കൂട്ടത്തിൽ പോകണം. സാധനം വരുന്നുണ്ട്, അപ്പൊ എത്തിക്കും. അങ്ങോട്ട് ഓക്കെ ശ്രീരാജ്, എന്തായാലും പത്തനംതിട്ടയിലെ സാഹചര്യമാണ് ഇപ്പോൾ ശ്രീരാജ് വിശദീകരിച്ചത്. അവിടെ അത്തരത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ്. റാന്നി, കോന്നി ടൗൺ അടക്കം ഉള്ള പ്രദേശങ്ങളിൽ വലിയ തരത്തിൽ വെള്ളം കയറി. നമുക്ക്